ഹായ് ഫ്രണ്ട്സ്, കേരള സെറ്റ് ജനുവരി 2026 സൈക്കിൾ പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, ഇന്നലെ രാത്രിയാണ് റിസൾട്ട് വന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷയിലും കുറച്ചുകൂടെ വേഗത്തിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് LBS വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. കേരള സെറ്റ് ജാൻ 2026 എന്ന് അടിച്ചു നോക്കിയാൽ lbs.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഇവിടെ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് ഉണ്ട്. അത് കൃത്യമായിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്തൊരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ സെറ്റിന്റെ കേരള സെറ്റ് പരീക്ഷയുടെ റോൾ നമ്പർ അഡ്മിറ്റ് കാർഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കറക്റ്റഡ് ആൻസർ കീ ഉൾപ്പെടെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ക്ലിക്ക് ടു ഗെറ്റ് ദ കറക്റ്റഡ് ആൻസർ കീ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. നേരത്തെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിരുന്നു, അതിനുശേഷം കറക്റ്റഡ് ആൻസർ കീ ഇവിടെ നിന്ന് കിട്ടും. ഓരോ സബ്ജക്റ്റിലും ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. റോൾ നമ്പർ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റോൾ നമ്പർ കിട്ടും. ഇനി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പാസ്സായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അടുത്ത കടമ്പ എന്ന് പറയുന്നത് സെറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അതിന് മുന്നേ പറയട്ടെ, ഇതിൽ ഇത്തവണ പരീക്ഷ എഴുതിയത് ഏതാണ്ട് 21,000 ആളുകൾ പരീക്ഷ എഴുതി. പാസ്സായത് 3,163 പേര്, അതായത് 16%. ആകെ എഴുതിയ പരീക്ഷയുടെ 16% താഴെ മാത്രമാണ് ഇത്തവണത്തെ പാസ് പെർസെൻറ്റേജ്. മിക്ക വർഷങ്ങളിലും മിക്ക സൈക്കിളുകളിലും അങ്ങനെയാണ്. അപ്പോൾ അത്രയാണ് പാസ് പെർസെൻറ്റേജ്, അത്രേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയും ഇത്തവണ കിട്ടാത്ത കുറെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. പക്ഷെ അവർ ഒരിക്കലും തളർന്നു പോകരുത്. നമുക്കിനി നമ്മുടെ മുന്നിൽ ഇനിയും ചാൻസ് ഉണ്ട്. അടുത്ത ജൂലൈ സെഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് 1-2 ദിവസം നമുക്ക് എവിടെയാണ് നമ്മുടെ പ്രിപ്പറേഷനിൽ പറ്റിയ പാളിച്ചകൾ എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് തിരുത്തി ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ഒരു സെറ്റ് സർട്ടിഫിക്കറ്റ് ഈ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. സെറ്റ് സർട്ടിഫിക്കറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുകയാണ്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഏപ്രിൽ 6 ശേഷം, അതായത് ഏപ്രിൽ 6 മുതലാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ആക്റ്റീവ് ആവൂ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതാണ് കാണാൻ പറ്റുക. ഏപ്രിൽ 6 മുതൽ നിങ്ങൾക്ക് സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിന്റെ കൂടെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വെക്കാനുണ്ട്. നിങ്ങളുടെ PGയുടെ B.Edന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ അവർ അതിൽ പറയുന്നത്, അതിൽ കൃത്യമായിട്ട് പറയും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും വരുന്ന ദിവസങ്ങളായിട്ട് ഇത് ആക്റ്റീവ് ആവുമ്പോൾ നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു ആ സർട്ടിഫിക്കറ്റുകളും ഈ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ അതിനോടൊപ്പം വെക്കേണ്ട ഡോക്യുമെന്റ്സും ചേർത്ത് 60 രൂപയുടെ സ്റ്റാമ്പ് നമ്മൾ അതിൽ ഒട്ടിക്കണം. സ്വന്തം മേൽവിലാസം എഴുതിയ A4 വലിപ്പത്തിലുള്ള ക്ലോത്ത് ലൈൻഡ് കവർ സഹിതം LBS അയച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വിശദാംശങ്ങളൊക്കെ ഇത് വരുമ്പോൾ, ഈ ആപ്ലിക്കേഷൻ ഫോം വരുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഡയറക്ടർ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, പാളയം, തിരുവനന്തപുരം 33 എന്നുള്ള വിലാസത്തിൽ നമ്മളത് ഓഫ്ലൈനായിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ വന്ന ശേഷം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ വന്ന ശേഷം 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സെറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ കിട്ടും എന്നുള്ളതാണ് LBS അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, candidates awaiting their final year results of PG B.Ed need not apply for set certificate ബിഫോർ ഒബ്റ്റെയിനിങ് ഒറിജിനൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് PG B.Ed. അതായത് PG അല്ലെങ്കിൽ B.Ed ഇതിന്റെ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്ക് സെറ്റ് എഴുതാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും വന്ന ശേഷം മാത്രമേ അത് വെച്ചിട്ട് വേണം സെറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട്. അതിനു മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ അത് ആ സമയത്ത് അപ്ലൈ ചെയ്താൽ മതിയാകും എന്നുള്ള കാര്യം കൂടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റ് സർട്ടിഫിക്കറ്റുകളൊന്നും അവിടെ ആവശ്യമില്ല. ഈ PGയുടെ B.Edന്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, പിന്നെ അവർ പറഞ്ഞിട്ടുള്ള മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സും ആണ് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് അയക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് സർട്ടിഫിക്കറ്റിന്റെ ഒരു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ റിസൾട്ട് ചെക്ക് ചെയ്യുക. I+ന്റെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇത്തവണ പാസ്സായിട്ടുണ്ട്. ആ വിവരങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളോട് ആ ഒരു സന്തോഷം കൂടെ പങ്കുവെക്കുന്നു. കുറച്ച് ഉദ്യോഗാർത്ഥികൾ ചെറിയ മാർക്കിന്റെയൊക്കെ ഡിഫറൻസിൽ പിന്തള്ളപ്പെട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ വിഷമിക്കേണ്ട. നിങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു നിരാശയുണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളതാണ് വിജയികളുടെ ലക്ഷണം. അതിലേക്ക് നിങ്ങൾക്കാകട്ടെ. വിജയിച്ച എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.